Hello, good morning. Session 26. Once again, we are going back to our topic, which we have been discussing for some time now, the English sentence. അതിനു മുമ്പ് ഇന്നലത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ഭാഷാ പഠനം എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം വെഞ്ചർ ആവുന്നത് കൊണ്ടാണ് അത് പലപ്പോഴും ഇഫക്റ്റീവ് ആവാതെ പോകുന്നത്. ഓക്കെ, ഒരുപക്ഷെ വീഡിയോസ് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നേരം അത് പഠിക്കാനായി ശ്രമിക്കുന്നുണ്ടാവും, എഡ്യൂക്കേഷണലായിട്ട് അതിനുവേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുന്നുണ്ടാവും. ദാറ്റ് ഡസൻറ്റ് ആക്ച്വലി മീൻ ദാറ്റ് ഈസ് ഗെറ്റിംഗ് ആൻ ഓറിയൻറ്റേഷൻ ഇൻ അവർ ലൈഫ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഭാഷാ പഠനം എന്നുള്ളത് ജീവിതത്തിൻ്റെ മുഖ്യമായ ഒരു ഓറിയൻറ്റേഷനായിട്ട് മാറണം. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്നാണ് അർത്ഥം. നമ്മുടെ ജീവിത വ്യാപാരങ്ങളുടെ കേന്ദ്രമായി മാറേണ്ടത് ഭാഷയാണ്, ഭാഷാ പഠനമാണ്, ഭാഷാ അഭ്യസനമാണ്, ലാംഗ്വേജ് ട്രെയിനിങ് ആണ് എന്ന് വരുമ്പോഴാണ് നമുക്ക് ഭാഷ ആക്ടിവേറ്റഡായി എന്ന് പറയാൻ കഴിയുക. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇംഗ്ലീഷ് നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റഡായി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല വ്യാപാരങ്ങളെയും ഈ ഇംഗ്ലീഷ് ഭാഷ സ്പർശിക്കുന്നു എന്ന് വരുന്നു. സകല ഓപ്പറേഷൻസിനെയും, സകല ആക്ഷനെയും, സകല വ്യാപാരങ്ങളെയും ഈ ഇംഗ്ലീഷ് ഭാഷ സ്പർശിക്കുന്നു എന്ന് വരുന്നു. അഥവാ സകല ആക്ടിവിറ്റിയുടെയും ഒരു കളറിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് എന്ന് വരുന്നു. അപ്പോഴാണ് നമ്മുടെ അത് ആക്ടിവേറ്റഡായി എന്ന് പറയുക, ഭാഷ ആക്ടിവേറ്റഡായി എന്ന് പറയുക. ഇത് പറയാൻ കാരണം കുറച്ച് ഫ്രേസുകളോ അല്ലെങ്കിൽ കുറച്ച് വാക്കുകളോ കുറച്ച് സ്ട്രക്ചറുകളോ കൃത്രിമമായി പഠിക്കുന്നത് കൊണ്ട് ഭാഷാശേഷി വികസിക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള പല പഠന രീതികളും തെളിയിക്കുന്നത് അത് യാന്ത്രികമായ കുറച്ച് ഭാഷാ പ്രയോഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. ഈ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന രൂപത്തിൽ കുറേ ഭാഷാ ശേഷികളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. അത് ഭാഷ ഉപയോഗിക്കുന്ന ആളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകടനമാവുന്നില്ല. അത്തരത്തിൽ ഭാഷ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന വ്യക്തിയെയും ഭാഷ ഉപയോഗിക്കുന്ന മറ്റ് വ്യക്തികളെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നില്ല, വ്യതിരിക്തപ്പെടുത്തുന്നില്ല, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അയാളുടെ ഐഡൻറ്റിറ്റിയെ, അയാളുടെ പേഴ്സണാലിറ്റിയെ അയാളുടെ ഭാഷ മാർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ മാർക്ക് ചെയ്യാത്തിടത്തോളം ഭാഷ അയാളിൽ കൃത്രിമമാണ്, അയാളിൽ സജീവമല്ല, സക്രിയമല്ല, ആക്റ്റീവല്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരാൾക്ക് ഭാഷ ആവശ്യം അയാളുടെ കോർ എൻറ്റിറ്റിയെ, അയാളുടെ കേന്ദ്ര വ്യക്തിത്വത്തെ, ഓക്കെ, അയാളുടെ ബീയിങ്ങിൻ്റെ, അയാളുടെ എക്സിസ്റ്റൻസിൻ്റെ കേന്ദ്രത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയാൾ ആരാണോ, അയാളുടെ സത്ത എന്താണോ, അയാളുടെ യാഥാർത്ഥ്യം എന്താണോ, ആ യാഥാർത്ഥ്യത്തെ മറ്റൊരാളിലേക്ക്, സമൂഹത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓക്കെ, വിനിമയം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്ക് ഭാഷ ആവശ്യമുള്ളത്. അല്ലാതെ മുൻകൂട്ടി തീരുമാനിച്ച ചില സന്ദർഭങ്ങളിൽ ചില കൃത്യമായി പഠിച്ചെടുത്ത ചില ഫ്രേസുകൾ കൊണ്ടോ ചില വേർഡ്സുകൾ കൊണ്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷനേ അല്ല. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നാം മുൻപൊരിക്കൽ കണ്ടതുപോലെ ഫീഡ്ബാക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ കമ്മ്യൂണിക്കേഷൻ ആവുകയുള്ളൂ. ആ ഫീഡ്ബാക്ക് പോലും ഓതൻറ്റിക് ആവണം, ഒറിജിനൽ ആവണം. അപ്പോഴാണ് ആ ഫീഡ്ബാക്ക്, ഒരു പറഞ്ഞ ഒരു കാര്യവും അതിന് മറുപടിയായി കിട്ടിയ കാര്യവും തമ്മിൽ പ്രതിപ്രവർത്തിക്കുകയും അതിൻ്റെ മുകളിൽ മറ്റൊരു ആക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. നാം ഭാഷ ഉപയോഗിക്കുന്നത് ഭാഷ ഉപയോഗിക്കാൻ വേണ്ടിയല്ല, ഭാഷ ഉപയോഗിക്കുന്നതിലൂടെ മറ്റു പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഓക്കെ, നമ്മുടെ സ്പേസ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രതികരണം, ഫീഡ്ബാക്ക് നിർബന്ധമായും ആവശ്യമാണ്. ഓക്കെ, ആ പ്രതികരണവും, അതായത് നമ്മുടെ മെസ്സേജും അതിന് കിട്ടുന്ന ഫീഡ്ബാക്കും കൂടെ ചേർന്നാണ് ഇത് ആക്ഷനിലേക്ക് നയിക്കുന്നത്, ക്രിയകളിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അത് ജീവിതത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ യാന്ത്രികമായി ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ട് ഭാഷ പഠിക്കുന്നതിൽ അർത്ഥമില്ല. ജീവിതത്തെയാണ് ഭാഷയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യുന്നത്. വി ആർ ഇൻ ഫാക്ട് ട്രാൻസെൻഡിങ് ലൈഫ് ഇൻ ടു ലാംഗ്വേജ്. ഓക്കെ, ഈ ട്രാൻസെൻഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സംക്രമണം ചെയ്യുക എന്നാണ്. ഓക്കെ, പരിവർത്തിപ്പിക്കുക എന്നതിൽ അപ്പുറം സംക്രമണം ചെയ്യുക എന്നത്, അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോഴങ്ങനെ ജീവിതത്തെ ഭാഷയിലേക്ക് സംക്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാഷയും ജീവിതവും തമ്മിലുള്ള ബന്ധം പരസ്പര പൂരകമാണ്. ദേ ആർ ഹാവിങ് എ കോംപ്ലിമെൻ്ററി കൈൻഡ് ഓഫ് റിലേഷൻ. പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ബന്ധമാണ്. ഓക്കെ, ഇത് എങ്ങനെ നടക്കാം? ഇതതിൻ്റെ താത്വിക വശമാണ്, തിയററ്റിക്കലായിട്ടുള്ള സൈഡാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സകല ജീവിത വ്യാപാരങ്ങളെയും ഇംഗ്ലീഷിലൂടെ നോക്കി കാണുന്നതിലൂടെയാണ് ഇത് നടക്കുന്നത്. അതിനുള്ള ഏറ്റവും ഫലപ്രദമായ ഉപാധി, വളരെ എളുപ്പത്തിലുള്ള ഉപാധി എന്ന് പറയുന്നത് സെൽഫ് ടോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സെൽഫ് ടോക്ക്. ഈ സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ അവനവനോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. ഈ അവനവനോട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമ്മുടെ ഇൻറ്റേർണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമ്മുടെ ചിന്താഭാഷ എന്ന് പറയുന്നത് സജീവമായി ഇംഗ്ലീഷാക്കി നിലനിർത്തുക എന്നുള്ളതാണ് ഇതിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. ലളിതമായി പറഞ്ഞാൽ നാം എന്ത് ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന പ്രവൃത്തിയെ ഇംഗ്ലീഷിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഉദാഹരണത്തിന് സപ്പോസ് യു ആർ ഡ്രൈവിങ്, ഒരു വാഹനം ഓടിക്കുകയാണ്, അല്ലെങ്കിൽ സപ്പോസ് യു ആർ റൈഡിങ്. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് യു ആർ ടോക്കിംഗ് ടു യുവർ സെൽഫ്, യു ആർ ടെല്ലിങ് യുവർ സെൽഫ് ദാറ്റ് ഓക്കെ ഐ എം ഡ്രൈവിങ്, okay I am driving fast, okay I love driving, the way I drive is different from how other people are driving എന്ന് നിങ്ങളെ തന്നെ അസർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വയം സാധൂകരിക്കുകയും സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ ബോധ്യപ്പെടുത്തുകയും സാധൂകരിക്കുകയും ചെയ്യുന്ന ഭാഷ, നിങ്ങളോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആവുമ്പോഴാണ് നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷായി മാറുന്നത്. അങ്ങനെ നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൻ്റെ, നിങ്ങളുടെ ഇന്നർ ലൈഫിൻ്റെ ഭാഷ ഇംഗ്ലീഷ് ആവുന്ന സമയത്താണ് സ്വാഭാവികമായി അത് പുറത്തെ ജീവിതത്തിൻ്റെയും എക്സ്റ്റേണൽ ലൈഫിൻ്റെയും ഭാഷയായിട്ട് മാറുന്നത്. അപ്പോഴതുകൊണ്ട് ഭാഷയിലുള്ള ഈ സംക്രമണം സംഭവിക്കേണ്ടത് ആദ്യമായി നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ചിന്തയിലാണ്, നമ്മുടെ ആന്തരിക ലോകത്തിലാണ്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ആന്തരിക ലോകം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തിയറൈസ് ചെയ്ത് പറയാനുള്ളത് കൊണ്ട് നമുക്കത് മറ്റൊരു സെഷനിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇഫ് യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് ആസ് എ ലിവിങ് ലാംഗ്വേജ്, ഇഫ് യു വാണ്ട് ഇംഗ്ലീഷ് ആസ് എ പാർട്ട് ഓഫ് യുവർ existence, okay, if you want that language to be the language of your heart as well as your brain, your mind, ഇതിനൊക്കെ വേണമെങ്കിൽ you need to be activating that language within yourself. So try to activate English within yourself. Try to make sure that this language is your internal language, your inner language. Make sure that you are speaking to yourself in English. Okay, try to do maximum self-talk in English. ഇതാണ് എനിക്ക് ഒരു ഇന്നലത്തേതിന് കണ്ടിന്യൂഷനായിട്ട് പറഞ്ഞു വയ്ക്കാനുള്ളൊരു കാര്യം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. Now we go to what we have started speaking, the English sentence. Okay? An important thing about the English sentence is that something we have discussed earlier also, that it is a complete unit of meaning. It's a group of words which generates a complete meaning. ഓക്കെ, അപ്പോൾ പൂർണ്ണമായ അർത്ഥത്തെ ഉൽപ്പാദിപ്പിക്കുന്ന വാക്കുകളുടെ ഒരു കൂട്ടമാണത്. അത് മാത്രമല്ല, നാം നേരത്തെ കണ്ടതുപോലെ തന്നെ ആശയങ്ങളുടെ ഒരു അർത്ഥവും വ്യാകരണത്തിൻ്റെ ഒരു അർത്ഥവും ഒരു സെൻറ്റൻസിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്ലീസ് റിമെമ്പർ ദിസ്. ഓക്കെ, മീനിങ് ഇൻ എ സെൻറ്റൻസ് is operational at two different levels. One at the level of the sentence grammar, okay, second at the level of the sentence content. Okay, ആ വ്യാകരണത്തിൻ്റെ തലത്തിലും അർത്ഥത്തിന്, നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൻ്റെ തലത്തിലും ആ കോണ്ടെക്സ്റ്റിൻ്റെ തലത്തിലും അതിന് അർത്ഥം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാചകം എന്ന് പറയുന്നത് ആ രണ്ട് തലത്തിൽ നിൽക്കുന്നുണ്ട് എന്നാണ് നാം ഉദ്ദേശിച്ചത്. അപ്പോൾ the most important thing about a sentence is, of course, the subject. ഇവിടെയും ഒരു തിയററ്റിക്കൽ ഇഷ്യൂ വരുന്നുണ്ട്, ഒരു സൈദ്ധാന്തികമായ ഒരു പ്രശ്നം വരുന്നുണ്ട്. എ സെൻറ്റൻസ് ഈസ് ഓഫ് കോഴ്സ് എ സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റ്. We know this. A sentence is a subject plus predicate. Okay, unless the subject is there, the predicate doesn't exist. ഈ കർമ്മം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് തന്നെ കർത്താവ് അവിടെ ഉള്ളത് കൊണ്ടാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Okay, we shall look into this with one particular example. You will see how this is working.
I'm taking a very simple sentence and please see how it is working. The subject predicate correlation is working within a sentence. Okay? I'm taking a simple sentence. I'm taking a sentence like Mary sleeps. It appears to be a very simple sentence with just two words in it, with one subject and one verb in it. The predicate has just one verb in it. ഇതിലെ കർമ്മഭാഗത്ത് കർത്താവ് കഴിച്ചു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസിലാകെ പ്രെഡിക്കേറ്റിലാകെ വരുന്നത് സ്ലീപ്സ് എന്ന ഒരു വേർബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായും നാം കരുതുന്നത് ഇത് വളരെ ലളിതമായൊരു കൺസ്ട്രക്ഷനാണ് എന്നാണ്. സത്യത്തിൽ ഇത് അത്ര ലളിതമായ ഒരു കൺസ്ട്രക്ഷൻ അല്ല എന്നുള്ളതാണ്. ഓക്കെ, the subject and the predicate, and the predicate contains only one verb. This is the structure. Now look at this. എന്തൊക്കെ റൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഈ ഒരു ചെറിയ സെൻറ്റൻസ് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കുക. മേരി സ്ലീപ്സ്, ഓക്കെ, ഈസ് ഫോംഡ് ഓൺ വൺ ബേസിക് simple fundamental English rule that if the subject is singular, it needs to be followed by a singular verb. Okay, മേരി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് സ്ലീപ്പ് എന്നുള്ള വേർബ് അതിൻ്റെ സിംഗുലർ ഫോമിൽ യെസ് ഫോമിൽ വേണം ഉപയോഗിക്കാൻ എന്നുള്ള ഒരു റൂൾ ഫണ്ടമെൻ്റലാണ്. അതിലും ബേസിക് ആയിട്ടുള്ള മറ്റൊരു കാര്യം യു ആർ സ്പീക്കിംഗ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നുള്ളതാണ്. ഓക്കെ, മേരി സ്ലീപ്സ് എന്നുള്ളതിൻ്റെ അർത്ഥം മേരി ഉറങ്ങുന്നു എന്നാണ്. ഓക്കെ, ഉറങ്ങുന്നു എന്നുള്ളത് വർത്തമാനകാല ക്രിയ ആയതുകൊണ്ട് കൂടിയാണ് ഇവിടെ സ്ലീപ്സ് എന്നുള്ള ഒരു അഡീഷണൽ എസ് ഇവിടെ വരുന്നത്. ദാറ്റ് വി നോ, ദിസ് ഇസ് വെരി സിമ്പിൾ, ദിസ് ഇസ് വെരി ബേസിക്, റൈറ്റ്? നൗ ലുക്ക് അറ്റ് ദാറ്റ്. Mary is one person, that is why she sleeps. Okay, so Mary is singularity. ഇവിടെ ഈ സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളാണ് നാം കാണുന്നത്. മേരി ഈസ് സിംഗുലർ, സോ ഷീ സ്ലീപ്സ് എന്നുള്ളത് മേരിയുടെ സിംഗുലാരിറ്റിയെ കാണിക്കുന്നു. ഓക്കെ, സബ്ജക്റ്റിൻ്റെ സിംഗുലാരിറ്റിയെ കാണിക്കുന്നു. വി ആർ ലിമിറ്റിംഗ് ദ സബ്ജക്റ്റ്. കർത്താവ് എന്നുള്ളതിനെ നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. ഓക്കെ, കൃത്യമായി അടയാളപ്പെടുത്തുന്നത് മേരി എന്നുള്ളതിനെ സിംഗുലറായി നിർത്തിക്കൊണ്ട് മാത്രമല്ല, അതിന് പിറകെ വരുന്ന സ്ലീപ്പ് എന്നുള്ള വേർബിനെ മേരിയുടെ സിംഗുലാരിറ്റിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സോ മേരി സ്ലീപ്സ് ഈസ് എ സിംഗുലർ, ഈസ് മാർക്കിംഗ് ദ സിംഗുലാരിറ്റി ഓഫ് ദ സബ്ജക്റ്റ്. വി ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് ദ സബ്ജക്റ്റ് നൗ. കാരണം വേർബിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ സെൻറ്റൻസിനെ വീണ്ടും അപഗ്രഥിക്കും. ഇപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മളിതിനെ അപഗ്രഥിക്കുന്നത്. ഓക്കെ, സോ മേരി സ്ലീപ്സ്, സിംഗുലാരിറ്റി. സെക്കൻഡ് തിങ്, ഇതേ സെൻറ്റൻസ് ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരർത്ഥം ഷീ സ്ലീപ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഓക്കെ, ഷീ ഹാസ് ദ കപ്പാസിറ്റി ടു സ്ലീപ്പ് എന്ന ഒരു അർത്ഥം അവിടെ വരുന്നുണ്ട്. യു ആർ അഗെയിൻ സ്പീക്കിംഗ് അബൌട്ട് ദ സബ്ജക്റ്റ്. യു ആർ ടെലിംഗ് ദാറ്റ് മേരി ഈസ് എ പേഴ്സൺ ഹൂ ക്യാൻ സ്ലീപ്പ്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് മേരി ഈസ് അലൈവ്. അതിൻ്റെ അർത്ഥം മേരി ക്യാൻ വേക്ക് അപ്പ് എന്നാണ്. ഉറങ്ങുന്ന ഒരാൾക്കാണ് ഉണരാൻ കഴിയുക. ഓക്കെ, ഉണരാൻ കഴിയുന്ന ഒരാൾക്കാണ് ഉറങ്ങാൻ കഴിയുക എന്നുള്ള ഈ ഒരു സെൻസ് അതിനകത്ത് വരുന്നതിന് മേരി സ്ലീപ്സ്. ഓക്കെ, മറ്റൊരു കാര്യം ഇതിനകത്ത് വരുന്നത് മേരി ഈസ് സ്ലീപ്പിംഗ് പ്രസൻ്റ്ലി എന്നതാണ്. ഓക്കെ, ഇറ്റ് മീൻസ് ഇറ്റ്സ് എ ടെമ്പററി ആക്ടിവിറ്റി. മേരി തൽക്കാലം ഉറങ്ങുന്നു, മേരി ഉറങ്ങുന്നു, മേരി തൽക്കാലം ഉറങ്ങുന്നു. ഇറ്റ്സ് എ ടെമ്പററി ആക്ടിവിറ്റി എന്ന് വരുന്നുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം, ഇതേ സെൻറ്റൻസ് തന്നെ ജനറേറ്റ് ചെയ്യുന്നത് മേരി ഹാസ് എ ചോയ്സ് ടു സ്ലീപ്പ് എന്നുള്ളതാണ്. മേരി ചൂസസ് ടു സ്ലീപ്പ് എലോൺ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് വരുന്നത്? സപ്പോസ് വി ഹാവ് ജോൺ ഹിയർ, ജോൺ ആൻഡ് മേരി, ദിസ് വുഡ് ഹാവ് ബിക്കം ജോൺ ആൻഡ് മേരി സ്ലീപ്പ്.
ഇവിടെ ജോണും മേരിയും ഉണ്ടായിരുന്നെങ്കിൽ ജോൺ ആൻഡ് മേരി സ്ലീപ്പ് എന്നേ വരുമായിരുന്നുള്ളൂ. ഇവിടെ മേരി സ്ലീപ്സ് എന്നുള്ളത് മേരി ഹാസ് എ റൈറ്റ് ഓവർ ഹെർസെൽഫ് ടു ടേക്ക് ദ ഡിസിഷൻ ടു സ്ലീപ്പ് ആൻഡ് ഷീ ഹാസ് the capacity to exercise this choice. In simple words, she chooses to be asleep. Okay, so her choice. Okay, നമ്മൾ ഈ കാര്യങ്ങളെ മുഴുവൻ ഇത് I can still work on this, but I am limiting it to 4 points now. ഈ കാര്യങ്ങളെ മുഴുവൻ നാം ഇതിൻ്റെ സബ്ജക്റ്റുമായി കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കുക. ഹൗ സ്പെസിഫിക്കലി വി ആർ മാർക്കിംഗ് ദ സബ്ജക്റ്റ് ഹിയർ. മേരി സ്ലീപ്സ് എന്നുള്ള ഒരു ചെറിയ കൺസ്ട്രക്ഷൻ നിർമ്മിക്കുമ്പോൾ പോലും അതിൽ മേരി എന്നുള്ള കർത്താവിനെ, സബ്ജക്റ്റിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് നാം ഈ സെൻറ്റൻസ് നിർമ്മിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. Okay, this is very important. Whenever we are speaking or writing a sentence, our first task is to mark the subject. And by marking the subject, what we mean is that we are limiting the subject. Okay, because the limiting of the subject is very kernel, very important, because it designates the verb of the sentence. ഓക്കെ, ഒരു സബ്ജക്റ്റിനെ തുടർന്ന് വരുന്ന പ്രെഡിക്കേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് എന്ന് പറയുന്ന അതിൻ്റെ വേർബ്. ഓക്കെ, ആ വേർബിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ഈ സബ്ജക്റ്റിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, ഈ സബ്ജക്റ്റിൻ്റെ ക്വാളിറ്റിയാണ്, ആ സബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റസാണ്. അതുകൊണ്ട് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ, ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പ്രാഥമികമായി ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ പ്രാഥമികമായി ചെല്ലേണ്ടത് അതിൻ്റെ സബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നതിലേക്കാണ്. ഓക്കെ, പ്ലീസ് ആസ്ക് യുവർ സെൽഫ്, ആർ യു റിയലി കോൺഷ്യസ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് ദ റേഞ്ച് ഓഫ് യുവർ സബ്ജക്റ്റ് വെൻ യു സ്പീക്ക്? നാം സംസാരിക്കുന്ന സമയത്ത് നാം സംസാരിക്കാൻ പോകുന്ന ആശയത്തിൻ്റെ സബ്ജക്റ്റ്, കർത്താവ് എന്നുള്ളത് നമുക്ക് എത്രമാത്രം വ്യക്തമാണ് എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, നമുക്ക് ആ കർത്താവ് എത്രമാത്രം വ്യക്തമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നാം തുടർന്ന് ആ വാചകത്തെ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ലളിതമായ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ പോലും ഇവിടെ മേരി എന്നുള്ള സബ്ജക്റ്റിനെ നാം പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നതായി നാം അത് പറയുന്നില്ല. ജസ്റ്റ് ബൈ യൂസിങ് ദ സിംഗുലർ പ്രസൻറ്റ് ടെൻസ് verb here, we are just defining the quality of this subject. ഓക്കെ, മേരി ഉറങ്ങുന്നു എന്നുള്ളത് വളരെ ലളിതമായി തോന്നാമെങ്കിലും അത്ര ലളിതമായ ഒരു വാചകമല്ല എന്ന് ഈ മേരിയുടെ സ്റ്റേറ്റസിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. മേരിയുടെ വ്യതിരിക്തത, ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്, മേരിയുടെ സജീവത, അവൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്, മേരിയുടെ ചോയ്സ്, ഉറങ്ങാനുള്ള തീരുമാനമെടുക്കാൻ മേരിക്ക് കഴിയും എന്നുള്ളത്. ഓക്കെ, മേരിയുടെ താൽക്കാലികത, ഉറങ്ങുന്ന മേരി എന്ന താൽക്കാലികത, ടെമ്പററിനെസ് എന്നുള്ളത്, ഇങ്ങനെ മേരി എന്നുള്ള സബ്ജക്റ്റിൻ്റെ വിവിധ തലങ്ങളെ നമ്മൾ ലിമിറ്റ് ചെയ്തതിന് ശേഷമാണ് മേരി സ്ലീപ്സ് എന്ന ഒരു ചെറിയ സെൻറ്റൻസ് പോലും സൃഷ്ടിക്കുന്നത്. പ്ലീസ് റിമെമ്പർ ദിസ്. Okay, this will be more specific if you have this sentence as as a transitive verb taking an object. ഇവിടെ മേരി സ്ലീപ്സ് എന്നുള്ളത് നമ്മൾ തിയററ്റിക്കലി ഇൻട്രാൻസിറ്റീവ് ആണ്, അകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ ഈ മേരി സ്ലീപ്സ് എന്നുള്ളതിന് പുറകിൽ നമ്മളൊരു ഓബ്ജക്റ്റ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് മേരി സ്ലീപ്സ് എന്നുള്ളതിൽ അതവിടെ നിൽക്കുകയാണ്. ഇതൊരു സകർമ്മക ക്രിയയാക്കി മാറ്റുന്ന സമയത്ത്, ഒരു ട്രാൻസിറ്റീവ് വേർബാക്കി മാറ്റുന്ന സമയത്ത് നമുക്കതിൻ്റെ വ്യത്യാസം കാണാം. ലെറ്റ് us try this. Mary sleeps over the problem. Mary sleeps her baby. രണ്ട് സെൻറ്റൻസസ് നോക്കുക. ഇവിടെ രണ്ടിടത്തും സ്ലീപ്പ് എന്നുള്ളത്
സകർമ്മക ക്രിയകളാണ്, ട്രാൻസിറ്റീവായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പിറകെ ഒരു കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഒബ്ജക്റ്റ് വരുമ്പോഴാണ് അത് ട്രാൻസിറ്റീവ് ആവുന്നത്, വരുന്നുണ്ട് എന്നുള്ളപ്പോൾ ഈ സ്ലീപ്സ് എന്നുള്ളതിനെയും മേരിയുടെയും ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേരിയുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് മാറുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ മേരി സ്ലീപ്സ് ഓവർ ദ പ്രോബ്ലം ഡസ് നോട്ട് മീൻ ദാറ്റ് മേരി ഈസ് ലിറ്ററലി എസ്ലീപ്പ്. മേരി ഉറങ്ങുകയാണ് എന്നല്ല അർത്ഥം. ആ പ്രശ്നത്തിൻ്റെ മുകളിൽ മേരി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഷീ ഈസ് നോട്ട് ടേക്കിംഗ് എനി ഡിസിഷൻ, എനി ആക്ഷൻ ഓൺ ദാറ്റ് പ്രോബ്ലം എന്നാണ് അർത്ഥം. ഓക്കെ, സോ ദിസ് ഈസ് എ ഫിഗറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ആലങ്കാരികമായ പ്രയോഗമാണ്. ആ ഫയലിന് മുകളിൽ ഉറങ്ങുന്നു, ആ ഉദ്യോഗസ്ഥൻ ഫയലിന് മുകളിൽ ഉറങ്ങുന്നു, ആ മന്ത്രി ആ തീരുമാനത്തിന് മുകളിൽ ഉറങ്ങുന്നു എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായി പറയുമ്പോൾ അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. അവിടെ ഉറക്കം എന്നുള്ളതിനെയാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. ഓക്കെ, മന്ത്രി എന്നുള്ളതിനേക്കാൾ ഉപരി ഉറക്കം എന്നുള്ളതിനെയാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. അവിടെ ഉറങ്ങുന്നതിൻ്റെ അർത്ഥവും ലിറ്ററലി ഉറങ്ങുക എന്നുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ സെൻറ്റൻസിൽ മേരി സ്ലീപ്സ് ഹെർ ബേബി. ഇവിടെ മേരി ഈസ് അവൈക്ക്, മേരി ഉണർന്നിരിക്കുക തന്നെയാണ്. അതുകൊണ്ടാണ് മേരിക്ക് അവളുടെ ബേബിയെ, അവളുടെ ശിശുവിനെ, അവളുടെ കുട്ടിയെ ഉറക്കുവാൻ സാധിക്കുന്നത്. ഷീ സ്ലീപ്സ് ഹെർ ബേബി. See, ഈ രണ്ട് സെൻറ്റൻസിലും we are not looking at the predicate part because we will go to that part later. We are looking at how Mary, the subject, is affected by, the objects that follow them. Right? അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായ ഒരു അർത്ഥം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ അർത്ഥത്തിൻ്റെ ജനറേഷൻ, ഒരു പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ആശയത്തിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സബ്ജക്റ്റിലാണ്. അപ്പോഴതിൻ്റെ സബ്ജക്റ്റിനെ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി ലിമിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അതിൻ്റെ പ്രിഡിക്കേറ്റിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കുക. ഓക്കെ, ദാറ്റ് മച്ച് ഫോർ ദ ഡേ. കീപ് സ്റ്റഡിയിങ്. സീ യു നെക്സ്റ്റ് ക്ലാസ്.